സോ ഗൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1ൻ്റെ അകത്തിലെ 20ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ് ഈ 20ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സീസൺ 1ൻ്റെ അകത്തിലെ തന്നെ അവസാനത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ ബ്ലീച്ചിൻ്റെ സീസൺ 1 അവസാനിക്കും. സോ സീസൺ 2 ചെയ്യണോ വേണ്ടായോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ റൂക്കിയനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ബാക്കിയ കുച്ചികയുടെ അടുത്തേക്ക് ഡിവിഷൻ ക്യാപ്റ്റൻ ജിൻ ഇച്ചിമാറു 11th ഡിവിഷൻ ക്യാപ്റ്റൻ സറാക്കിനെയും കാണുന്നു. അയാൾ ബാക്കിയ കുച്ചികയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സ്വന്തം സിസ്റ്ററിനെ വധശിക്ഷ കൊടുത്തിട്ട് പോലും അതിനെ എതിർക്കാത്ത ഒരു ചേട്ടൻ സോളിർപ്പറിനും ഒരു മാതൃകയാണെന്ന് നമ്മുടെ ഇച്ചിമാറു പറയുന്നു. ഇവനും അതുപോലെ തന്നെ 9th ഡിവിഷൻ ക്യാപ്റ്റനായിട്ടുള്ള കനാമിക്കും മാത്രമേ മരണത്തിനോട് പേടിയുള്ളെന്നും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന നമ്മുടെ ബാക്കിയ കുച്ചിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ഇത് കേട്ട ഇച്ചിമാറു ഞങ്ങൾക്കൊന്നും വേണ്ട എന്നും പിന്നെ ബാക്കുവിൻ്റെ സിസ്റ്റർ മരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കൂടെ വിഷമം പങ്കിടാൻ വേണ്ടി വന്നതാണെന്നും പറയുന്നു. എൻ്റെ കുടുംബ വിഷയത്തിൽ നിങ്ങളൊന്നും തലയിടേണ്ട ഒരാവശ്യമില്ലെന്നും നമ്മുടെ ബാക്കുയ. ഇത് കേട്ട നമ്മുടെ 11th ഡിവിഷൻ ക്യാപ്റ്റൻ കെമ്പച്ചി പറയുക, കുറ്റവാളികൾ എപ്പോഴും കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ വില അതുകൊണ്ട് തന്നെ അയാൾ ബാക്കുയെ വിഷമിക്കാതിരിക്കുന്നതിലും കാരണമുണ്ടെന്ന് പറയും. ഇത് കേട്ട ബാക്കുയ പറയുകയാണ്, വലിയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരു ചെറിയ ആളിനെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ 11th ഡിവിഷൻ ക്യാപ്റ്റന് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഞാൻ കൊച്ചിലെ മുതൽ അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു ഫൈറ്റ് ആകുമെന്ന് മനസ്സിലാക്കി നമ്മുടെ കെമ്മച്ചി ആണെങ്കിൽ അയാളെയും പിടിച്ചെടുത്തോണ്ട് അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ബാക്കുവിനോട് സോറിയും ചോദിക്കും. അങ്ങനെ കുഴിക്ക് അതിൽ നിന്ന് കയറി വരുന്ന നമ്മുടെ ടെസയെ കണ്ടിട്ട് നമ്മുടെ ജിൻ്റെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഓ ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത്, എൻ്റെ ഗ്ലാസിൻ്റെ ചില്ല് ചെറുതായിട്ടൊന്ന് പുരഹരയാണെങ്കിൽ ആ സ്റ്റിക്കിൽ നിന്ന് സോഡ് ഊരിയിട്ട് നമ്മുടെ ഇച്ചിഗോൻ്റെ കൂടെ ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോനെ കാണിക്കുകയാണ്. ഇച്ചിഗോനെ കാണിക്കാൻ നേരത്ത് അയാളുടെ കയ്യിൽ നിന്ന് വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോ കണ്ട മരി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വടിക്കകത്ത് എടുത്തതല്ലേ ആ സോഡ്, അതുകൊണ്ട് തന്നെ അതൊരു സംഭത്വം അല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു സോൾ ഫോമിലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് എനിക്ക് ആക്രമണം കിട്ടി എനിക്കൊന്നും പറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ഇച്ചിഗോയെ അതുകൊണ്ട് വീശുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോൻ്റെ തലയിരുന്ന ആ ഹോളോ മാസ്ക് അങ്ങനെ അടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു. അയ്യോ ഇത് സംഭത്തു തന്നെയായിരുന്നു. പൊട്ട ഞാനൊരു സോളിർപ്പർ അല്ലെന്നും അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന സംഭത്തു അല്ലെന്നുമാണ് നീ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നീ ഒരു ലോക പൊട്ടൻ. അങ്ങനെ നമ്മുടെ ഉരകരയാണെങ്കിൽ തൻ്റെ സോഡ് എടുത്തിട്ട് ബെർഹിമയെന്ന് ഇങ്ങനെ വിളിക്കുന്നു. അന്നേരം തന്നെ ആ സോഡ് റിലീസ് ആകുകയാണ്. അങ്ങനെ നമ്മുടെ ഉരകര പറയുകയാണ്, എല്ലാ സംഭത്തുവിനും ഓരോ പേരുകളുണ്ടെന്നും എൻ്റെ കയ്യിലിരിക്കുന്ന സംഭത്തുവിൻ്റെ പേര് ബെർഹിമയാണെന്നും പറയും. അങ്ങനെ നമ്മുടെ ഇച്ചിഗോനെ ആക്രമിച്ചിട്ട് ഇച്ചിഗോൻ്റെ കയ്യിലിരിക്കുന്ന സംഭത്തുവിനെ അയാൾ മുറിച്ച് ഇത് കണ്ട് പേടിച്ച് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ നിന്ന് കണ്ടം വരി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉരകര വന്നിട്ട് പറയുകയാണ്, നിന്റെ സ്പിരിച്വൽ എനർജി നിന്റെ സംഭത്തുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് നിന്റെ സംഭത്തു മുറിച്ച് കളയാൻ പറ്റുന്നത് നമ്മുടെ ഉരകര പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഉരകരയാണെങ്കിൽ അവൻ്റെ സംഭത്തുവിൽ വീണ്ടും ആക്രമിക്കുന്നു. സംഭത്തുവിൻ്റെ മുൻവശം മുഴുവനായിട്ട് മുറിഞ്ഞു പോവുകയാണ്. ഇപ്പോഴും നിന്റെ കയ്യിൽ ഒരു സംഭത്തു ഇല്ല, എന്നാലും നിന്റെ കയ്യിലിരിക്കുന്ന ആ ഹിൽഡ് വെച്ചിട്ട് നിനക്ക് എൻ്റെ തലയിലെ തൊപ്പി അടിച്ച് തെറിപ്പിക്കാൻ വേണ്ടി നിനക്ക് ശ്രമിക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന്. ഇത് കേട്ട് വളരെയധികം പേടിച്ച് നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോനെ നമ്മുടെ ഉരഹര വെറുതെ വിടുന്നില്ല. ഇച്ചിഗോൻ്റെ പുറകെ ചെന്നിട്ട് അടിച്ചിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കും, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഓടുന്നത്? ഞാൻ എന്തോ ഈ പൊട്ടന്മാരോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വീക്കാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്നു എന്ന് നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അയാൾ വീണ്ടും നമ്മുടെ ഇച്ചിഗോൻ്റെ അടുത്തേക്ക് വരുന്നു. നീ എന്തിനു വേണ്ടിയാണ് വെറുതെ ഓടുന്നത്? നീ ഇതുവരെ എൻ്റെ പേര് വിളിച്ചില്ലേ? എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ നമ്മുടെ ഇച്ചിഗോ നിൽക്കുകയാണ്. അയാൾ പറയുകയാണ്, നീ ശരിക്കും നിന്റെ കാതൊന്ന് തുറന്നു നോക്ക്, നീ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ ഭയം മാത്രമാണ്. തന്നെ ഇത്ര നേരം ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ വെച്ച് നിൽക്കുകയാണ്, എന്നിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അയാൾ പറയുകയാണ്, അവിടെ നീയും നിന്റെ എനിമിയും മാത്രമുള്ളെങ്കിൽ പിന്നെ നീ എന്തിനു വേണ്ടിയാണ് വെറുതെ ഓടുന്നത് എന്ന് നമ്മുടെ ഇച്ചിഗോനോട് ചോദിക്കുന്നു. അങ്ങനെ അവരുടെ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഉരകര സ്റ്റോറിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ അവർ നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നല്ലോ അവർ വിചാരിക്കുന്നു. നീ നിന്റെ പേടി മുഴുവൻ ഉപേക്ഷിച്ചിട്ട് നീ അയാൾക്ക് നേർക്ക് പോരാട്, നീ മരിക്കുന്നിടം വരെ പോരാട്. ഇത്രയും കേട്ടിട്ട് ഒന്നും ചെയ്യാതിരുന്ന നീ ഒരു പൊട്ടനായിട്ടുള്ള ഒരു കിളവനാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നീ ഒന്നും ചെയ്യാതിരുന്ന നീ മരിക്കുമെന്നും അയാൾ പറയും. സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ സംഭത്തു എടുക്കുന്നു. തൻ്റെ പേര് വിളിക്കാൻ വേണ്ടി അയാൾ അലറി പറയുന്നു. നമ്മുടെ ഇച്ചിഗോ തൻ്റെ സംഭത്തുമായിട്ടുള്ള സാങ് വിച്ചുവിനെ എടുക്കുന്നു. വീശുകയാണ് നമ്മുടെ ഉരകരയ്ക്കെതിരെ. അവിടെ എന്തോ ഒരു ഇടിമിന്നൽ ഏൽക്കുന്നത് പോലെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തൻ്റെ പുതിയ സംഭത്തുമായിട്ട് മാസായിട്ടിരിക്കുന്ന നമ്മുടെ ഇച്ചിഗോനെ കണ്ട് നമ്മുടെ ജിൻഡ എൻ്റെ സോഡിൽ ഒരു ഗിൽറ്റോ ഗാർഡോ അങ്ങനെ
അങ്ങനത്തെ ഒരു സാധനവുമില്ല. നമ്മുടെ ഇച്ചിഗോയ്ക്ക് പുതിയ സമ്പത്തൊക്കെ കിട്ടിയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഉരഹര നമുക്ക് 3rd ലെസൺ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നു. എനിക്കിപ്പോഴും ഈ സോഡ് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഓരോ അറ്റാക്കും ഉരഹര തടുക്കുമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഉരഹരയ്ക്കെതിരെ അവൻ്റെ സമ്പത്ത് വീശുകയാണ്. നമ്മുടെ ഉരഹരയാണെങ്കിൽ അയാളുടെ വാൾ ഉപയോഗിച്ചിട്ട് അത് തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഉരഹരയുടെ തൊപ്പി പറന്നു പോകുന്നതും നമ്മുടെ ഇച്ചിഗോ 3rd ലെസൺ കംപ്ലീറ്റ് ചെയ്യുന്നതുമാണ്. അവൻ തന്നെ അയാൾ മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ ബ്ലഡ് ഷീൽഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവൻ്റെ അറ്റാക്ക് കാരണം എൻ്റെ ഒരു കൈ മുറിഞ്ഞു പോയേനെ. അങ്ങനെ നമ്മുടെ ഉരഹരയാണെങ്കിൽ തറയിൽ വീണ് കിടക്കുന്ന തൻ്റെ തൊപ്പിയെടുത്ത് തലയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അത്രയും വലിയ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം കൂളായിട്ട് അത്രയും ക്ഷീണമൊക്കെ ആയതുകൊണ്ടായിരിക്കണം അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. ഇവൻ വളരെയധികം അപകടകാരിയാണ്. ഇവൻ്റെ അറ്റാക്ക് കാരണം ആ മല തന്നെ 2ആയിട്ട് മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന് നമ്മുടെ ഉരഹര മനസ്സിൽ മാത്രമല്ല ഇവൻ ലെസൺ 3 കംപ്ലീറ്റ് ചെയ്തെന്ന് ഉരഹര പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാദോയും അതുപോലെ തന്നെ നമ്മുടെ ഇഷിതയും ഒറിഹിമിയൊക്കെ അവരുടെ പവർ മാസ്റ്റർ ചെയ്യുന്നു. നമ്മുടെ സാദോന്റെ ആക്രമണം കാരണം അവിടുത്തെ ബിൽഡിംഗ് മൊത്തത്തിൽ തകർന്നത് കൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ഓടി വരുന്നു. നമ്മുടെ ആ പൂച്ച പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി. മാത്രമല്ല ഇവർ രണ്ടുപേരും വളരെയധികം വേഗത്തിൽ തന്നെ ഇവരുടെ പവർ മാസ്റ്റർ ചെയ്തെന്നുള്ള കാര്യം ആലോചിച്ച് അവർ വളരെ രീതിയിൽ ആ പൂച്ച അത്ഭുതപ്പെട്ടു. സാധു ആണെങ്കിൽ അവൻ്റെ പവർ മുഴുവനായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാൽ അവൻ അവിടെ തല ഇറങ്ങി താഴെ വീഴുന്നു. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഉരഹരയുമായിട്ടുള്ള ട്രെയിനിങ് കറക്റ്റ് ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ് തുറക്കുന്നതിന് വരെ ഇച്ചിഗോ വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ തൻ്റെ കൂട്ടുകാരുടെ ഫാമിലിയുടെ ഒക്കെ കൂടെ ഫയർ വർക്ക് കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു. ഒറിഹിമി, താട്സുക്കെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അവരെല്ലാവരും ഫയർ വർക്ക്സ് നടക്കുന്നിടത്തേക്ക് ഒറ്റ ഓട്ടോ ഓടുന്നു. അങ്ങനെ ഞാനും അവരുടെ കൂടെ പോകുകയാണെന്ന് നമ്മുടെ ഇച്ചിഗോ പറഞ്ഞ സമയത്ത് നമ്മുടെ ഒറിഹിമി പറയുന്നു ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമി പറയുന്നു അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണെന്ന്. അന്നേരം നമ്മുടെ താട്സുക്കി പറയുകയാണ് അത് തന്നെയാണ് ശരിയാണെന്ന്. പിന്നെ നിന്റെ കൈക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ഒറിഹിമി ചോദിക്കും. കൈക്ക് കുഴപ്പമൊന്നുമില്ലെന്നും നമ്മുടെ താട്സുക്കി പറയുന്നു. അതേ സമയം തന്നെ നമ്മുടെ ഒറിഹിമി പറയുകയാണ് നമ്മുടെ താട്സുക്കിക്ക് ഏതോ ഒരു ടൂർണമെന്റിലെ 2nd പ്രൈസ് കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര അധികം അഭിമാനത്തിലാണെന്ന് അവൾ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ നദിയുടെ അടുത്ത് താനും തൻ്റെ ബ്രദറും ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ നമ്മുടെ താട്സുക്കിനോട് പറയും. താട്സുക്കിനോട് ഒറിഹിമി തൻ്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടി അടുത്ത ആഴ്ച പോകുവാണെന്ന് നമ്മുടെ ഒറിഹിമി പറയും. നീ പോയിട്ട് പെട്ടെന്ന് വാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് നമ്മുടെ താട്സുക്കി പറയും. അങ്ങനെ ആ സമയത്ത് തന്നെ അവിടെ വെച്ച് ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഇച്ചിഗോയും ഇച്ചിഗോന്റെ ഫ്രണ്ട്സും ഇച്ചിഗോന്റെ ഫാമിലിയൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ഫയർ വർക്ക്സ് കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം രാത്രിയിൽ 1 മണിക്ക് നീ ഉണർന്നിരിക്കണമെന്നുള്ള കാര്യം നമ്മുടെ ഇച്ചിഗോ ഉരഹര പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ജനലൊക്കെ തുറന്നിട്ട് നമ്മുടെ ഇച്ചിഗോ ഉണർന്നിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ ചോര പോലത്തെ എന്തൊരു സാധനം വന്നിട്ട് ഭിത്തിയിൽ വന്നിട്ട് അടിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ആദ്യം പേടിക്കും. ഉരഹര ഷോപ്പിന്റെ ഫ്രണ്ടിൽ വരണമെന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ കിടന്ന് അലക്കുകയാണ്. ഇതൊരു മർഡർ സീൻ നടന്നതുപോലെ തന്നെ ആയല്ലോ എന്നെ മുറി എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം തന്നെ അവിടുത്തെ ആ എഴുത്തിൽ നിന്ന് വേറൊരു എഴുത്തും കൂടെ വരുന്നു. നീ ഞാൻ അയച്ച മെസ്സേജ് കണ്ടുകൊണ്ട് തന്നെ ഇതൊരു മർഡർ സീൻ പോലും നിന്നെ മുറി ആയെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊട്ടും കോമൺ സെൻസ് ഇല്ലെന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പിരിയുകയാണ്. വീട്ടുകാരോടൊക്കെ ടാറ്റയൊക്കെ പറയട്ടെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ വീടിന്റെ മണ്ടയ്ക്ക് നിന്ന് താരോട്ട് ചാടുന്നു. നോക്കുന്ന സമയത്ത് അത് ഇച്ചിഗോന്റെ അച്ഛനായിരുന്നു. ഇച്ചിഗോന്റെ അച്ഛൻ്റെ തലയിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് നിന്റെ അമ്മ തന്നതാണ്, ഇത് നീ കയ്യിൽ കെട്ടിക്കോ. അതുമാത്രമല്ല നീ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ ലോക്കറ്റ് എനിക്ക് തിരിച്ചു തരണമെന്ന് നമ്മുടെ ഇച്ചിഗോനോട് പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ ലോക്കറ്റ് മേടിച്ചിട്ട് അച്ഛനോട് ചാച്ച ബബ്ബയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ അവിടുന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ റൂക്കിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൂക്കിയുമായിട്ടുള്ള മെമ്മറി. അങ്ങനെ ഉരഹര ഷോപ്പിന്റെ മുമ്പിലെത്തിയ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ സാധുവിനെയും കാണുന്നു. സാധുവിനെ കണ്ടിയത് ഞെട്ടുന്നുണ്ട്. സാധു പറയുകയാണ് എന്നെ ഒരിക്കലും റൂക്കിയെ രക്ഷിച്ചായിരുന്നു, അതിന്റെ കടപ്പാട് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ വരുന്നത്. ഇഷിതയെ അവൻ്റെ കൂടെ വരുന്നുണ്ട്. തന്നെ തോപ്പിച്ച് സോൾ റിപ്പറിനെ തോപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇച്ചിഗോന്റെ കൂടെ ഇഷിത വരുന്നത്. അങ്ങനെ നമ്മുടെ ഒറിഹിമി അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകാതെ നിന്ന് നമ്മുടെ ഇച്ചിഗോന്റെ അടുത്തേക്ക് നമ്മുടെ യൊറിയിച്ചി പൂച്ച വരികയാണ്. ഇച്ചിഗോ നീ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരും ഇവരുടേതായിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യുകയായിരുന്നു. നിന്നെ ഇങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഇവരോട് നീ താങ്ക്സ് ആണ് പറയേണ്ടതെന്നും നമ്മുടെ ആ പൂച്ച പറയുന്നു. എന്നാൽ സംസാരിക്കുന്ന പൂച്ചയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ വീണ്ടും ഞെട്ടുന്നു. അവരോട് എല്ലാവരോടും കൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി പറയും. ഒറിഹിമി അകത്തേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഇച്ചിഗോ ഒറിഹിമിയോട് പറയുന്നു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ താസ്കിയോട് ഞാൻ ഇച്ചിഗോയുടെ കൂടെ ഒപ്പം പോകുകയാണെന്നും പറഞ്ഞു. അതുമാത്രമല്ല ഞാൻ തിരിച്ചു വരുമെന്ന് അവൾക്ക് പ്രോമിസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് നമ്മുടെ ഒറിഹിമി പറയുന്നു. അങ്ങനെ അവർ ആ അണ്ടർഗ്രൗണ്ട് ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നു. നമ്മുടെ ഉരഹരയാണെങ്കിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നിങ്ങളെ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുന്ന ഗേറ്റ് എന്ന് നമ്മുടെ ഉരഹര പറയുന്നു. എന്നാൽ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ ബോഡിയിൽ നിന്നുള്ള സോൾ റിപ്പർ ഫോം അങ്ങേര് പുറത്തു കൊണ്ടിരുന്നു. സാധാരണ ഗേറ്റുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അതിലെ സ്പിരിറ്റ് പാർട്ടിക്കിൾ കൺവെൻഷൻ മിഷൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഉരഹര. മിഷൻ എന്ത് തേങ്ങയാണെന്ന് നമ്മുടെ ഉരഹര അവർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോൾ സൊസൈറ്റി സ്പിരിറ്റുകളുടെ ലോകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിറ്റ് ഫോമിൽ അല്ലാതെ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കത്തില്ല, ഇഗോ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങളെ 3 പേരെയും സ്പിരിറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് ഈ മിഷൻ ഉപയോഗിച്ച്. ഇത് മാത്രമല്ല സോൾ ഗേറ്റിലൂടെ കയറി സോൾ സൊസൈറ്റിയിലേക്ക് കൃത്യം 4 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ എത്തണം. അല്ലെങ്കിൽ അതിൻ്റെ നടുവിലുള്ള വേൾഡിൽ നിങ്ങൾ പെട്ടുപോകും. പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അവരിനി എന്ത് ചെയ്യുമെന്ന്
വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് യൊറീച്ചി പൂച്ച വരുന്നത്. അങ്ങനെ നമ്മുടെ യൊറീച്ചി പൂച്ച വന്നുടനെ തന്നെ അവരെ ഗൈഡ് ചെയ്തോളാമെന്ന് പറയുന്നു. സോ അങ്ങനെ അവർ 4 പേരും കൂടെ ആ ഗേറ്റിൻ്റെ അകത്തിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഉരകര ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അവരെ 4 പേരെ അതിൻ്റെ അകത്തിലേക്ക് അയക്കുന്നു. നമ്മുടെ ഉരകര അവർ പോയി കഴിഞ്ഞിട്ട് ആ ഗേറ്റിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഗേറ്റിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇച്ചിക ഉറപ്പായിട്ട് വിജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഉരകരനെ കാണിച്ചിട്ടാണ് സീസൺ 1 20ാമത്തെയും അവസാനത്തെയും എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ് അങ്ങനെ നമ്മൾ ബ്ലീച്ചിൻ്റെ ഫസ്റ്റ് സീസൺ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഞാൻ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. സോ ഗൈസ് ഇനി ബ്ലീച്ചിൻ്റെ സീസൺ 2 എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ട എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ആനിമീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള കുറച്ച് നല്ല കിടിലൻ ആനിമീസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. സെക്കൻഡ് സീസൺ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ് അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.